നമ്മൾ പലപ്പോഴും അറിയാതെ പോകുന്ന ചെറിയ ചെറിയ സൂത്രങ്ങളുണ്ട്. ഇന്ന് ആരും പറഞ്ഞു തരാത്ത നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കാണുക. നമ്മൾ അടുക്കളയിൽ വളരെ വളരെ ഉപകാരപ്രദമായ നല്ല നല്ല ടിപ്സുകളാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. കമൻറ്റ് മസ്റ്റായിട്ട് നിങ്ങൾ ഇടണം. നിങ്ങളുടെ കമൻറ്റാണ് എനിക്ക് മുന്നോട്ട് വീഡിയോ ചെയ്യാനുള്ള പ്രേരണ. അപ്പം നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. അപ്പം നമുക്ക് നമ്മളുടെ ഇപ്പം നമ്മൾ എന്തെങ്കിലും സ്റ്റീം ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റീമിൻ്റെ തട്ടുണ്ടെങ്കിലും കാണുന്നില്ല, അല്ലെങ്കിൽ ഇല്ലാത്തവരുണ്ടാവും അല്ലേ. അപ്പം നമുക്ക് ഇതുപോലെ സ്പൂണുകളില്ലാത്ത വീടുകൾ എന്തായാലും ഉണ്ടാവില്ല. അപ്പം ഞാൻ ഈ ചെയ്യുന്ന പോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്പൂണ് ഈ ഒരു ഷേപ്പിൽ ഓരോ സ്പൂണും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു തട്ടിൻ്റെ ആവശ്യമേ ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ബേക്ക് ചെയ്യുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും എന്താ പറയുക അടകളൊക്കെ സ്റ്റീം ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരു ഇത്തിരി റൈസ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക, അങ്ങനെ പല ആവശ്യങ്ങളും നമുക്ക് ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആ തട്ട് നോക്കുമ്പോൾ കാണുന്നില്ല, നമുക്ക് പെട്ടെന്നൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ മസ്റ്റായിട്ടും ചെയ്ത് നോക്കാട്ടോ. വളരെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് സ്റ്റീം ചെയ്തെടുക്കാനും യാതൊരു ബുദ്ധിമുട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ടും ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി ടിപ്പാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലില്ലാത്തൊരു സാധനമല്ല സ്പൂൺ എല്ലാവരും വീട്ടിലുണ്ടാവും. ആ തട്ടില്ലാത്ത വീടുകളുണ്ടാവും. ഇപ്പം നമ്മൾ എന്തെങ്കിലും റെസിപ്പി കാണിക്കുമ്പോഴും പറയും ഈ തട്ടില്ലല്ലോ എന്ന് പറയുന്നവർക്ക് വേണ്ടി അടിപൊളിയായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ. എന്താണ് പറയുക, ആ തട്ടിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് അനങ്ങാതെ നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. കേക്ക് ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. കേക്ക് ബേക്ക് ചെയ്തെടുക്കുമ്പോഴും നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് ആ തട്ട് അതിൻ്റെ മേളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുപ്പിൽ തന്നെ കേക്കും ബേക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് നമ്മൾ ഫ്രഷ് ജ്യൂസ് അടിക്കുമ്പോൾ നമുക്ക് കറണ്ട് ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അല്ല, ഓറഞ്ച് നമ്മൾ എപ്പോഴും നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് അതിൻ്റെ കുരു എടുത്ത് ഓരോന്നും മാറ്റിയതിന് ശേഷം മിക്സിയിലിട്ട് അടിക്കാനേ പറ്റുള്ളൂ. ഫ്രഷ് ജ്യൂസർ ഉണ്ടെങ്കിലും ആ ഒരു കുരു വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിച്ചു പോകും ഓറഞ്ചിൻ്റെ ജ്യൂസ്. അപ്പം നമ്മൾ ഇതുപോലെ നമ്മൾ എഗ്ഗൊക്കെ ബീറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ എല്ലാവരുടെ കയ്യിലുണ്ടാവില്ലേ ഈ ബീറ്റർ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട്, കറണ്ട് ഇല്ലെങ്കിലും അതുപോലെ നമ്മൾ ചെറിയ കുട്ടികൾക്കില്ലേ അവർക്ക് നമ്മൾ മിക്സിയിലൊക്കെ ഒരു ഓറഞ്ചൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് മിക്സിയിൽ അടിച്ചാൽ ഒന്നും കിട്ടില്ല. ഇതാവുമ്പോൾ വളരെ എളുപ്പത്തിൽ കുരു ഒന്നും അടിയാതെ എത്ര നേരം ഇരുന്നാലും ഈ ഒരു ജ്യൂസ് കയ്പ്പ് വരില്ല. എന്താണെന്ന് വെച്ചാൽ കുരു നമ്മൾ അടിച്ചിട്ടില്ല. മിക്സിയിൽ അടിക്കുമ്പം കുരു അടിഞ്ഞിട്ട് പെട്ടെന്ന് കഴിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാട്ടെ. എല്ലാവരും വീട്ടിലും അത് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. നമുക്ക് മിക്സി ഒന്നും കഴുകണ്ട, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ കൂടുതലായിട്ട് സവാളയൊക്കെ മേടിച്ച് വെക്കുന്ന സമയത്ത് പകുതിയും ചീഞ്ഞു പോകാറുണ്ട്, കേട് വന്നു പോകാറുണ്ട്, മുള വന്ന് പോകാറുണ്ട്. അങ്ങനെ പല വിധത്തിൽ സവാള ചീത്തായി പോകാറുണ്ട് അല്ലേ. നമുക്കാണെങ്കിൽ ഇപ്പോൾ ചില സമയങ്ങളിൽ സവാള വളരെ അധികം വില കൂടുതലായിരിക്കും. അപ്പം നമ്മൾ മേടിച്ച് വെച്ചാലും അത് പെട്ടെന്ന് ചീത്തായി പോകുന്നതുകൊണ്ട് കൂടുതൽ വാങ്ങിച്ച് വെക്കാനും പറ്റില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടോ. കേടാകാതെ ചീഞ്ഞു പോകാതെയും നമുക്ക് സവാള സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ആദ്യമായിട്ട് നമ്മൾ സവാള തന്നെ ഒരു നല്ല പരന്ന ട്രേയിലേക്ക് വെച്ച് കൊടുത്ത് ഒരു ദിവസം ഒന്ന് വെയിൽ കൊള്ളിക്കുക കേട്ടോ. നേരിയതായിട്ടുള്ള വെയിൽ കൊള്ളിച്ചെടുത്തേക്കുന്ന ഒരു സവാളയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മളിനി ഇതെങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഈ ബോർഡിൻ്റെ നല്ല കട്ടിയുള്ള പേപ്പർ നമുക്കിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ അതാണ് കിട്ടുന്നത്. അപ്പോൾ അത് എടുക്കുക. അതിന് ശേഷം കുറച്ച് അരിമണികൾ നമ്മൾ വെക്കുന്ന ആ ഒരു ട്രേയിലേക്ക് കുറച്ച് അരി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ ഒരു മൂട് വളരെ കയറ്റിയൊന്നും വെട്ടരുത്, വളരെ ചെറുത് സിമ്പിളായിട്ട് അതിൻ്റെ ആ ഒരു വേര് മാത്രം വെട്ടിക്കളഞ്ഞതിന് ശേഷം ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വർഷമായാലും സവാള ചീത്താവില്ല കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ അലക്കുമ്പോൾ ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ.
നമ്മളുടെ പില്ലോ കവർ ഉണ്ടാവില്ലേ, യൂസ് ചെയ്യാതിരിക്കുന്ന പില്ലോ കവർ ആണെങ്കിൽ എടുക്കാം കേട്ടോ. നമ്മൾ ഇതുപോലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ടർക്കികളൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ നൂല് വലിഞ്ഞു പോകും നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇടുമ്പോൾ. അല്ലെങ്കിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ യൂണിഫോം കഴുകേണ്ട ആവശ്യം വരും. എന്ന് വെച്ചാൽ അവർ അത്രയും അഴുക്കായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ പെട്ടെന്ന് യൂണിഫോം ഫെയ്ഡായി പോകാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട് എപ്പോഴും കഴുകുമ്പോൾ. അപ്പം നമ്മൾ ഈ ഒരു പില്ലോ കവറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം 2 പിന്ന്, വലിയ പിന്നെടുത്തിട്ട് നല്ലതുപോലെ സ്ട്രോങ് ആയിട്ട് അത് പിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വാഷിംഗ് മെഷീനിലിട്ട് കഴുകുകയാണെങ്കിൽ, നമ്മൾ സാരി ആണെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാം. നമ്മൾ കൂടിയ ഡ്രസ്സുകളെല്ലാം, അല്ലെങ്കിൽ കളറ് പിടിക്കാണ്ടിരിക്കാനുള്ള ഡ്രസ്സുകൾ, ഫെയ്ഡായി പോകാണ്ടിരിക്കാനുള്ള ഏതൊരു ഡ്രസ്സ് ഇതുപോലെ അലക്കി കഴിഞ്ഞാൽ വർഷങ്ങളായാലും അത് ചീത്താവാതെ, അതുപോലെ ആ ടർക്കിയുടെ നൂലൊക്കെ വലിഞ്ഞു പുറത്തേക്ക് വരാതെയൊക്കെ ഇരിക്കുവാനായിട്ട് സഹായിക്കും. കളയാൻ വെച്ചേക്കുന്ന പില്ലോ കവർ ആണെങ്കിൽ നിങ്ങൾ ഇതിനായിട്ട് ഒരു പില്ലോ കവർ മാറ്റി വെച്ചാൽ മതി. ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവരും. അപ്പം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും, നല്ല പുതുപുത്തനായിട്ട് ഇരിക്കും കേട്ടോ. നമ്മൾ പിന്ന് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മുന പെട്ടെന്ന് അതിൻ്റെ ഒരു മൂർച്ച പോകാറുണ്ട് അല്ലേ. നമ്മൾ കുട്ടികൾക്കാണെങ്കിലും ഇതുപോലെ ജീൻസിൽ ബെൽറ്റുമായിട്ട് ഒന്ന് എന്തെങ്കിലും അളവ് വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയാൽ വളരെ ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട് ജീൻസിൻ്റെ ഉള്ളിലേക്ക് പിന്ന് കയറാൻ. അതുപോലെ ഇതുപോലെ നൈസായിട്ടുള്ള തുണിയിലെ എന്താ പറയുക, പിന്ന് ഷാർപ്പ് അല്ലെങ്കിൽ ആ ഒരു തുണി ഇങ്ങനെ നൂല് പൊങ്ങി വന്ന് പെട്ടെന്ന് അത് വലിഞ്ഞു പോകാനായിട്ട് ഒരു ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ പിന്നെ എപ്പോഴും ഷാർപ്പായിരിക്കണം അല്ലേ. അപ്പം നമ്മൾ ഇതുപോലെ അരിപ്പ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ, സ്റ്റീലിൻ്റെ അരിപ്പ ഉണ്ടാവുമല്ലോ, അത് ഇതുപോലെ എടുത്തിട്ട് പിന്നെ ഇതുപോലെ എടുത്ത് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഷാർപ്പായിട്ട് കിട്ടും കേട്ടോ. ആ ഒരു തുമ്പ് ഭാഗം നല്ലതുപോലെ ഉരച്ചു കൊടുക്കുക. ആ ഒരു തുമ്പ് ഭാഗം വളഞ്ഞൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ തുണി പെട്ടെന്ന് ഇങ്ങനെ കീറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം അതൊന്നും ഇങ്ങനെ ഉരച്ച് നേരെ ആക്കി നല്ല ഷാർപ്പാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ഈ ഒരു അരിപ്പ ഇല്ല എന്നുണ്ടെങ്കിൽ ഫോയിൽ പേപ്പർ ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ലല്ലോ, ഇതുപോലെ ഒന്ന് റൗണ്ടാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ നമ്മൾ ആ അരിപ്പയിൽ ചെയ്യുന്ന ആ ഒരു എഫക്റ്റ് തന്നെ നമുക്ക് ഇതുപോലെ ചെയ്യുമ്പോഴും കിട്ടും കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ലഞ്ച് ബാഗിൽ, അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയുക സ്കൂൾ ബാഗിൽ തന്നെ ചില സമയങ്ങളിൽ നമ്മൾ ജ്യൂസോ വെള്ളമോ ഒക്കെ കൊടുത്തു വിടാറുണ്ട്. അല്ലെങ്കിൽ ലഞ്ച് ബാഗിൽ തന്നെ നമ്മൾ ഈ ഒരു വെള്ളം വെച്ച് കഴിഞ്ഞാൽ അത് മറിഞ്ഞു വീണ് അതിൻ്റെ ആ വെള്ളം ലീക്കായി നമ്മളുടെ ഫുഡിനും ബാഗും ഒക്കെ നനഞ്ഞ് അങ്ങനെ കുട്ടികൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് അല്ലേ. നമ്മളെ ഹാൻഡ് ബാഗിലാണെങ്കിൽ ഇതുപോലെ ചെയ്യാട്ടോ. ഇപ്പം ഞാൻ കുട്ടികളെ ലഞ്ച് ബാഗിലാണ് കാണിച്ചു തരുന്നത്. നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഒരു റോംബർ എടുക്കുക, എന്തെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്ന ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം നമ്മൾ പിന്നുകൊണ്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്തൊക്കെ ചെയ്താലും എന്തൊക്കെ കാണിച്ചാലും കുട്ടികൾ ബാഗ് ഇങ്ങനെ ആട്ടി അങ്ങനെയൊക്കെയല്ല സ്കൂളിൽ പോകുന്നത്, അങ്ങനെയൊക്കെ കാണിച്ചാലും ഈ ഒരു വാട്ടർ ബോട്ടിൽ നിലത്തേക്ക് വീഴയില്ല, ലീക്കാകുകയില്ല, നല്ല സേഫായിട്ട് ഫുഡ് കൊണ്ടുപോകാൻ സാധിക്കും കേട്ടോ. ഇതൊന്ന് ചെയ്തു നോക്കാം. വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ല നല്ല ടിപ്സുകളാണ് ഇന്ന് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ചെയ്തു നോക്കിയതിന് ശേഷം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.